ഹായ് ഹലോ എല്ലാവർക്കും ഷനാസ് കിച്ചൻ മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഞണ്ട് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം കുടപ്പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മസാലപ്പൊടി, പെരിഞ്ചീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങക്കൊത്തും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കൂടി എടുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയ ചുമന്ന കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സവാള വഴറ്റി വരുന്നതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഞണ്ട് കറിയിൽ ഉണ്ടാവുക. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിനനുസരിച്ച്, പിന്നെ മസാലപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി ഉടഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ആ കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിപ്പാലാണ്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.